അച്ഛൻ അമ്മയെ അടിച്ചത് കാരണം ജീവ വീട് വിട്ടിറങ്ങി ചെന്നൈയിലേക്ക് വണ്ടി കയറി. ചെന്നൈയിലെത്തിയ ജീവ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഒരു ലോറി ഇടിക്കാൻ വന്നെങ്കിലും സ്വപ്ന എന്ന പെൺകുട്ടി അവനെ രക്ഷിച്ചു. സ്വപ്നയെ കണ്ടപ്പോൾ തന്നെ ജീവയ്ക്ക് അവളോടിഷ്ടം തോന്നി. സംസാരിക്കാൻ ശ്രമിക്കുന്നതിനു മുൻപേ അവൾ അവിടെ നിന്ന് പോയിരുന്നു. എന്നാൽ അവളുടെ ഫോൺ അവിടെ വീണുകിടക്കുന്നത് കണ്ട ജീവ അതെടുത്തു. പിറ്റേന്ന് അമ്മയോട് ഫോണിൽ സംസാരിച്ചു നിൽക്കുമ്പോൾ ജീവ വീണ്ടും അവളെ കാണുന്നു. അവൻ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അവനോട് മിണ്ടിയതേയില്ല. അവിടേക്ക് വന്ന കുറച്ച് ഗുണ്ടകൾ ജീവ അവളോട് സംസാരിച്ചതിന് അവനെ അടിച്ചു. അടുത്ത ദിവസവും ജീവ അവളെ കാണാൻ ചെന്നു. അപ്പോഴും അവൾ മിണ്ടിയില്ല. വീണ്ടും ആ ഗുണ്ടകൾ അവനെ തല്ലാൻ വന്നപ്പോൾ ജീവ അവരെ തിരിച്ചടിച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസം ഗുണ്ടകൾക്ക് മുന്നിൽ നിന്ന് സ്വപ്നയാണ് ജീവയെ രക്ഷിച്ചത്. എന്നെ പ്രണയിച്ചാൽ നിനക്ക് ജീവനുണ്ടാകില്ല എന്ന് സ്വപ്ന അവനോട് പറഞ്ഞു. ഇതിന്റെ കാരണം തിരക്കിയ ജീവയോട് അവൾ തന്റെ ജീവിതത്തിൽ നടന്ന സംഭവം പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കുമൊപ്പം സന്തോഷത്തോടെ കഴിയുകയായിരുന്നു സ്വപ്ന. ഒരു മഴയുള്ള രാത്രിയിൽ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ഗുണ്ടകൾ അവളെ ആക്രമിക്കാൻ വന്നു. അവിടെയുണ്ടായിരുന്ന ശിവമണി എന്ന ആളോട് അവൾ സഹായം ചോദിച്ചു. അയാൾ അവളെ രക്ഷിച്ചെങ്കിലും ഇനി നീ ആരെയും പ്രേമിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. സ്വപ്ന അത് അത്ര കാര്യമാക്കിയില്ല. എന്നാൽ അന്ന് രാത്രി ശിവമണി ഗുണ്ടകളുമായി അവളുടെ വീട്ടിലെത്തി. തന്നെ കല്യാണം കഴിക്കണമെന്നും അല്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. പഠനം പൂർത്തിയാക്കണമെന്ന് സ്വപ്ന പറഞ്ഞപ്പോൾ പഠിച്ചുകഴിഞ്ഞ് വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ച് ശിവമണി അവിടെ നിന്ന് പോയി. പിറ്റേന്ന് കോളേജിൽ വെച്ച് ഒരു പയ്യൻ സ്വപ്നയോട് പ്രപ്പോസ് ചെയ്തു. ഇതറിഞ്ഞെത്തിയ ശിവമണി സ്വപ്നയുടെ മുന്നിൽ വെച്ച് തന്നെ ആ പയ്യന്റെ നാവ് മുറിക്കാൻ ഗുണ്ടകളോട് പറഞ്ഞു. നാവ് മുറിക്കുന്നത് കണ്ട സ്വപ്ന പിന്നീട് പേടിച്ചിട്ടാരോടും സംസാരിക്കാറില്ല. ഇക്കാര്യങ്ങൾ പറഞ്ഞു തീരുമ്പോഴേക്കും ജീവ അവിടെ നിന്ന് പോയിരുന്നു. ഇനി നിന്റെ പുറകെ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ജീവ അവിടെ നിന്ന് പേടിച്ചുപോയി.